ഡോക്ടറെ, നായ്ക്കളുടെ ഉമിനീര് നമ്മുടെ ശരീരത്ത് പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച് എനിക്ക് വരാറുണ്ട്. എല്ലാവരോടും ഞാൻ കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉമിനീർ എന്നത് ആദ്യം എന്തെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഉമിനീർ എന്നൊരു ദഹന രസമാണ്. വായ്ക്കകത്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന അതിസങ്കീർണമായിട്ടുള്ള ദഹനരസങ്ങളുടെ ഒരു കൂട്ടാണ് ഉമിനീർ. അപ്പോൾ ദഹനരസങ്ങളെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കെമിക്കൽ പദാർത്ഥങ്ങളെയൊക്കെ ദഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ കോശങ്ങളെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കെമിക്കൽ പദാർത്ഥമാണ് ഈ ദഹനരസം. നമ്മൾ ഇംഗ്ലീഷിൽ എൻസൈം എന്ന് പറയും. അതിന് ഏതെങ്കിലും ബാക്ടീരിയയോ വൈറസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. റേബീസ് പിടിച്ച ഒരു ഡോഗിൻ്റെ വായിൽ ഉമിനീരിൽ ഇഷ്ടം പോലെ റേബീസിൻ്റെ വൈറസ് ഉണ്ടാകും. ടോൺസിലൈറ്റിസ് ഉള്ള ഒരു ഡോഗിൻ്റെ ഉമിനീരിൽ ടോൺസിലൈറ്റിസിന് ഉതകുന്ന അതിന് കാരണക്കാരായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാകും. ജിഞ്ചിവൈറ്റിസ്, ഗ്ലോസൈറ്റിസ് പോലെ നാക്കിൻ്റെയും മോണയുടെയൊക്കെ പഴുപ്പ് ഉള്ള ഒരു ഡോഗിൻ്റെ സലൈവയിലൊക്കെ അതിൻ്റെ അണുക്കളുണ്ടാകും. ഓരോ ഫാരഞ്ചൈറ്റിസ് പിടിച്ച ഒരു ഡോഗ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉള്ളൊരു ഡോഗ്, ഭയങ്കര സീവിയർ ന്യൂമോണിയോ കഫുള്ളൊരു ഡോഗ്, അവരുടെയൊക്കെ ഉമിനീരിൽ അതിൻ്റേതായിട്ടുള്ള അണുക്കളുണ്ടാവും. വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഉണ്ടാകും. ഫംഗൽ ന്യൂമോണിയ പിടിച്ച ഒരു ഡോഗിൻ്റെ ഉമിനീരിൽ ഫംഗസിൻ്റെ അംശങ്ങളുണ്ടാകും. അപ്പോൾ ഉമിനീരിൻ്റെ അകത്ത് അണുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാം, ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാതെ ഇരിക്കാം. പക്ഷേ മനുഷ്യനും നായ്ക്കളുമായിട്ട് സഹവാസം തുടങ്ങിയിട്ട് 5000-ന് മേൽ വർഷങ്ങളായി. മനുഷ്യൻ്റെ ഉമിനീര് അന്നും ഇന്നും എന്നും നമ്മളുടെ സന്തത സഹചാരിയാണ്. ഇപ്പം ഞാനൊരു പെറ്റ് പേരൻ്റാണ്. എൻ്റെ പെറ്റിൻ്റെ ഉമിനീര് എപ്പോഴും എൻ്റെ കയ്യിലാകാറുണ്ട്, എൻ്റെ മുഖത്ത് നക്കാറുണ്ട്, എൻ്റെ കൈകളിലും കാലുകളിലും ശരീരത്തിലെല്ലാം നക്കാറുണ്ട്. സ്നേഹം കൊണ്ട് അതിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ്. അവർ സ്നേഹം ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് ഉമ്മ വയ്ക്കുന്നതിലൂടെയല്ല, അത് നക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി അതിനിണങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ ഉമിനീരിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉമിനീരിൽ സാധാരണയായി കാണപ്പെടുന്ന നേരത്തെ പറഞ്ഞ കാപ്പനോസൈറ്റോഫാഗ ആകട്ടെ അല്ലെങ്കിൽ പാസ്റ്റുറോള മൾട്ടോസിഡെ ആകട്ടെ, ഈ ബാക്ടീരിയ ഒന്നും നമ്മുടെ ഇൻഡാക്റ്റ് സ്കിന്നിനെ തുളച്ച് കയറാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ യാതൊരു മുറിവുമില്ലാത്ത, പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതിൻ്റെ ഉമിനീർ പറ്റിയാൽ അതിനെ തുളച്ച് കയറി നമുക്ക് അസുഖമുണ്ടാക്കാനുള്ള കഴിവ് ആ ഉമിനീരിനില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനൊന്നും പേടിക്കണ്ട. പക്ഷേ നമ്മളൊക്കെ വൃത്തിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് പേഴ്സണൽ ഹൈജീനുണ്ട്. ഈവൻ നമ്മുടെ സ്വന്തം സലൈവ നമ്മുടെ കയ്യിലായാൽ പോലും നമ്മൾ കൊണ്ട് കഴുകിക്കളയും, അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പെറ്റ്സിൻ്റെ, എൻ്റെ കൂടെ കിടത്തുന്നതാണ് എൻ്റെ പെറ്റ്, എൻ്റെ ബെഡിൽ എൻ്റെ കൂടെ കിടത്തുന്നത്. എങ്കിൽ പോലും അവളുടെ സലൈവ എൻ്റെ കയ്യിലായാൽ നിശ്ചയമായിട്ടും എൻ്റെ ഹൈജീനിൻ്റെ പാർട്ടാണ്. ഞാൻ കൊണ്ട് സോപ്പിട്ട് കൈ കഴുകുന്നുള്ളത്. എന്തു തന്നെ ആയാലും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് സലൈവ സ്റ്റെറൈലാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ ഫ്രം ദ ഹൈജീനിക് പോയിൻ്റ് ഓഫ് വ്യൂ ഞാനത് കഴുകിക്കളയും. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ പെറ്റ് പാരൻസിനെ ഉദ്ഘോഷിപ്പിക്കുന്നത്. ഇത് തന്നെയാണ്, നിങ്ങൾ കഴുകിക്കളയുക തന്നെ വേണം. പക്ഷെ ഭയപ്പെടണ്ട.